എന്തായാലും രാവിലെ എല്ലാവരും വന്നല്ലേ, എല്ലാവർക്കും എൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റത് ഇടതാണോ വലതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല സന്തോഷത്തോടെയായിരുന്നു ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മളെ രാവിലത്തെ റുട്ടീൻ തെറ്റിക്കാൻ പാടില്ല. അത് വിചാരിച്ചുകൊണ്ട് രാവിലെ തന്നെ കുപ്പി കുടിക്കായിരുന്നില്ല, കമത്തായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എന്നും രാവിലത്തെ പോലെ ഒരു മണ്ടത്തരോ ഒന്നും ഞാൻ ചെയ്ത് വെച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു സൺസ്ക്രീൻ എനിക്ക് പണിയുന്നത്. ഇതാണെങ്കിൽ കൂടിയും പോയി, തിരിച്ചാണെങ്കിൽ കയറ്റാനും പറ്റത്തില്ല. തൽക്കാലം ഞാനൊരു ടവലൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇതേപോലത്തെ എൻ്റെ കഴിഞ്ഞ ഗെറ്റ് റെഡി വിത്ത് മീലാണ് എൻ്റെ ലിപ് ബാം ഒടിഞ്ഞു പോയത്. ഓരോ പ്രാവശ്യം ഞാൻ ഓരോന്നായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പോയി പിരികെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ പിരികം കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ദിഗംബരനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി ഒന്ന് കണ്ണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇതാലോചിച്ചിരിക്കുമ്പോഴാ ഞാൻ ഇന്നലെ ഞാൻ വിചാരിച്ചത് ഈ മാല ഊരി വെക്കരുതെന്ന്. എന്തോ ഇതിന് ഞാൻ ഊരിയും വെച്ച് ഇതിൻ്റെ കൊളുത്ത് കണ്ട് ഒരു പ്രത്യേക കൊളുത്ത്. അങ്ങനെ ഇന്നലത്തേനെക്കാട്ടും ഫാസ്റ്റിൽ ഞാൻ ഇന്ന് മാല ഇട്ട് കഴിഞ്ഞാൽ അഹങ്കാരമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ ക്രീം അധികമായതിൻ്റെയും ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ ചൂടിൻ്റെയും ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെങ്കിൽ ആരുടെയൊക്കെ ഒരു ഇത് വേണം. ഇന്നലെ കാണാതെ പോയ വട്ടാണെങ്കിൽ ഇന്നലെ എൻ്റെ കട്ടിലടിയിലുണ്ടായിരുന്നു. അത് ഇന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. കാണാതെ പോയതാണെങ്കിലും കണ്ടുപിടിച്ച് ഞാനത്. അങ്ങനെ താല്പര്യമില്ലാത്ത രണ്ടുപേരും ഞാൻ ഒന്നാക്കി തീർത്തു. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭംഗി നോക്കണമല്ലോ. ഈ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം മുടിയായിട്ടുള്ളൊരു യുദ്ധത്തിന് എനിക്ക് തുടക്കം ഇടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഞാനൊരു തീരുമാനം എടുത്തു. മുടി ഞാൻ ഏതായാലും അയച്ചിട്ടിട്ട് പോകുന്നില്ല, കെട്ടി വെച്ചിട്ട് പോവാണ്. കാരണം എന്താ വെച്ചാൽ ക്യാൻസർ രോഗികൾക്ക് വരെ ഇതിനെക്കാട്ടും കുറവായിട്ടായിരിക്കും മുടി പോകുന്നത്. അങ്ങനെ മുടീൻ്റെ ഭംഗി നോക്കി കെട്ടി തല വരെ തിരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഞാൻ ഇന്ന് രാവിലെ പണിക്ക് പോകുന്നത്. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ഭംഗി ആസ്വദിക്കണമല്ലോ. അത് പിന്നെ ആസ്വദിക്കാനുള്ളതാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞാൽ കുറച്ച് പെർഫ്യൂം, അതിപ്പോൾ മസ്റ്റാണ്. തുമ്മിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് ഞാൻ ബായ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈഡാ.